രാമേശ്വരത്ത് പുതുതായി നിർമ്മിച്ച പാമ്പൻ റെയിൽ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 മോദി തറക്കല്ലിട്ട പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യമായത്. 535 കോടി രൂപ ചിലവിലാണ് പാമ്പൻ റെയിൽ പാലം യാഥാർത്ഥ്യമായത്. എല്ലാവർക്കും രാമനവമി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ശ്രീരാമന്റെ സാന്നിധ്യം വളരെ വലുതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. भगवान श्री राम का जीवन, उनके राज्य से मिलने वाली सुशासन की प्रेरणा राष्ट्र निर्माण का बड़ा आधार है। मैं रामेश्वरम की इस पवित्र धरती से समस्त देशवासियों को रामनवमी की हार्दिक शुभकामनाएं देता हूं. രാമേശ്വരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, രാജ്യത്തിന്റെ അഭിമാനമായ രാമേശ്വരത്തെ പാമ്പൻ പാലം രാജ്യത്തിനായി സമർപ്പിച്ച ഈ രാജ്യത്തിന്റെ വികസനത്തിനു കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദി പച്ചക്കൊടി വീശി നമ്മൾ ഇന്ന് കണ്ടത്. അദ്ദേഹം ആ രാമേശ്വരത്തെ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൊതുസമ്മേളന വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, രാമനവമി ദിവസം തന്നെ രാമസേതു ബന്ധമുള്ള ഈ രാമേശ്വരത്ത് എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഭാരതത്തിന്റെ ഓരോ നിർമ്മിതിയിലും ഓരോ വികാസത്തിലും വികസനത്തിലും അത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കയ്യൊപ്പുണ്ടുകൂടി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 8300ഓളം കോടി രൂപയുടെ തമിഴ്നാട്ടിലെ വിവിധ പദ്ധതികളുടെ വികസനത്തിന്റെ ഉദ്ഘാടന പദ്ധതി കൂടി അദ്ദേഹം ഈ വേദിയിൽ തന്നെ നിർവഹിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ, റോഡ് മാർഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തുക അതിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധങ്ങളായ വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലത്ത്, അതായത് 1ഉം 2ഉം മോദി സർക്കാരിന്റെ കാലത്ത് തമിഴ്നാട്ടിൽ നടത്തിയ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മോദിയുടെ മുഴുനീള പ്രസംഗം. ഏകദേശം 1 മണിക്കൂറും 14 മിനിറ്റും 15 മിനിറ്റോളം നീണ്ടുനിന്ന ആ പ്രസംഗത്തിൽ മുഴുനീളം തമിഴ്നാടിന്റെ വികസനത്തെ പറ്റി മാത്രമായിരുന്നു മോദിയുടെ പ്രസംഗം മുഴുനീളം ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, തമിഴ്നാട് എന്ന് പറയുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മണ്ണാണ്. വികസനത്തിൽ ശാസ്ത്രത്തിനും സയൻസിനും കൂടി പങ്കുണ്ട് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു. ആദ്യമേ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് രാമനവമി ദിവസം എനിക്ക് രാമസേതുവിന്റെ ഈ രാമേശ്വരത്ത് എത്താൻ സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ ആ രാമന്റെ ജയ് ശ്രീറാം വിളിച്ചായിരുന്നു മോദിയുടെ പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ പുതിയ യുഗത്തിനു കൂടി, വ്യവസായികമായ സംരംഭങ്ങൾക്ക് കൂടി തുടക്കം കുറിക്കുകയാണെന്ന് പറഞ്ഞു. രാമേശ്വരം മുതൽ ചെന്നൈ വരെയുള്ള ടൂറിസം പദ്ധതികൾക്ക് വലിയ രീതിയിലുള്ള മുൻതൂക്കം ലഭിക്കും ഈ പദ്ധതിയിലൂടെ എന്നും അദ്ദേഹം പ്രസംഗത്തിൽ ഊന്നൽ നൽകി. ഭാരതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടത്തിന് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഭാരതത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം ഭാരതം നേടിയെടുത്ത സാമ്പത്തികമായ വളർച്ചയുണ്ട്, ആത്മീയമായ വളർച്ചയുണ്ട്. അതിനെല്ലാം തന്നെ റെയിൽവേ, എയർപോർട്ട്, ഗ്യാസ് പൈപ്പ് ലൈൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നൽകിയ മുൻതൂക്കമായിരുന്നു ഇതിനൊക്കെ തന്നെ സഹായകരമായത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഭാരതം ഒന്നാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ജമ്മു കാശ്മീരിൽ ഏറ്റവും വലിയ റെയിൽവേ പാലം നിർമ്മിക്കുന്നു. മുംബൈയിൽ ഏറ്റവും നീളം കൂടിയതും വീതിയാർന്നതുമായ റോഡിന്റെ നിർമ്മാണം നടത്തുന്നു. ആസാമിൽ ഏറ്റവും വലിയ പാലം നിർമ്മിക്കുന്നു. ഇതാ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ കടലിനുള്ളിൽ കൂടെയുള്ള പാലം നിർമ്മിച്ചുകൊണ്ട് ഭാരതം ഒന്നാണ് എന്നുള്ള സന്ദേശം നൽകുന്നു എന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ കൂടെ തന്നെ പറയുന്നു. ഭാരതത്തിന്റെ അമൃതകാലത്തിലേക്കുള്ള നടന്നുകയറ്റമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിലെ പ്രസംഗം. ഇനി രാഷ്ട്രീയ കാഴ്ചപ്പാടിലേക്കുള്ള പ്രസംഗം എടുത്തു പറഞ്ഞാൽ, തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം വ്യക്തമായും കൃത്യമായും വസ്തുനിഷ്ഠമായി എണ്ണിപ്പറയുന്നത് തന്നെയായിരുന്നു മോദിയുടെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. തമിഴ് ഭാഷയ്ക്ക് വേണ്ടി ഊന്നൽ നൽകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും തമിഴിനു വേണ്ടി ആ കത്തെഴുതുന്നവർ മിനിമം സിഗ്നേച്ചറെങ്കിലും ഒപ്പെങ്കിലും തമിഴിൽ ഇടാൻ വേണ്ടി കാണിക്കണമെന്ന്, ഒരു മര്യാദ കാണിക്കണമെന്നൊരു പരിഹാസമായിരുന്നു മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ വികസനത്തിന് നേതൃത്വം നൽകുന്നത് മോദി സർക്കാരാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ ഇന്ത്യ മുന്നണിയെക്കാട്ടിയും ഇവിടെ ഭരണത്തിലുള്ള DMK മുന്നണിയെക്കാട്ടിയും ഒക്കെ തന്നെ കൂടുതൽ തുക കേന്ദ്ര സർക്കാർ നൽകിയതിന്റെ കണക്കെല്ലാം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ എൻട്രൻസ് പരീക്ഷയിൽ, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ പോലും വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിലേക്ക് വേണ്ടി തമിഴിലടക്കം ചോദ്യപേപ്പർ നൽകുന്ന തരത്തിലേക്കുള്ള തീരുമാനമെടുക്കുന്ന കാര്യം പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുള്ള പ്രസംഗമായിരുന്നു, രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം നടത്തിയത്.
തമിഴ്നാട്ടിലെ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസംഗം കൂടി അതിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു രോഹിണി. എന്തായാലും രാഷ്ട്രീയ നിലപാട് രാമേശ്വരത്ത് മോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. 45 വർഷക്കാലമായി ഈ പാർട്ടി BJP ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അത് 1980 ഏപ്രിൽ 6-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ 2025 ഏപ്രിൽ 6-ലെത്തി 45 വർഷം പിന്നിടുമ്പോൾ നിൽക്കുമ്പോൾ BJPയുടെ വികസന കാഴ്ചപ്പാട് എന്താണ് എന്ന് കൂടി ഇവിടെ മോദിയുടെ പ്രസംഗത്തിൽ ഊന്നൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും രാമേശ്വരത്തെ മോദിയുടെ സന്ദർശനം അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ വികസനവുമായുമുള്ള ഒരു പുതിയ തുടക്കത്തിലും തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല രോഹിണി. ശരി.